பினராயி விஜயனின் மகளின் கம்பெனியில் கண்டுபிடிக்கப்பட்ட பணம் மனைவி வேலையிலிருந்து ஓய்வு பெற்று கிடைத்ததாக பினராயி விஜயன் தெரிவிப்பது அவரின் மனநிலை பாதிக்கப்பட்டுள்ளதாக கேபிசிசி தலைவர் கே சுதாகரன் கட்டப்பனையில் தெரிவித்தார். பணத்தை சேகரிப்பதுதான் பினராயின் லட்சியம். கோடிகள் தான் இதன் வழியாக இவர் செலவு செய்தது. நாட்டை வளர்ச்சியின் பாதையில் கொண்டு செல்வதற்கு இவருக்கு விருப்பமில்லை. தன்னுடைய குடும்பத்தை மட்டும் பாதுகாத்தால் போதும் என்பதுதான் இவர் லட்சியம் என்று கே சுதாகரன். മകളെ പേരിൽ കെട്ടിപ്പടുത്തു കൊടുത്തത് എവിടുന്നാ പണം? പിണറായി വിജയൻ എവിടുന്നാ പണം? ലോജിക്ക് കെട്ടിപ്പൊക്കുമ്പോ കോടികൾ ചിലവായില്ലേ ആ സ്ഥാപനത്തിന്? പത്രക്കാർ ചോദിച്ചു പിണറായിയോട് എവിടുന്നാ പണം? പിണറായി വളരെ ഗൗരവത്തോടെ പറഞ്ഞു, എന്റെ കൈ ശുദ്ധം, എന്റെ മടിക്കുത്തിൽ ഖനമില്ല, ഞാനൊരു അഴിമതി നടത്തിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞു. പിന്നെ എവിടുന്നാ ഇത് ഉണ്ടാക്കിയെന്ന് ചോദിച്ചു. സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കാൻ കാശ് എവിടുന്ന? എന്റെ ഭാര്യ ടീച്ചറായിരുന്നു, ഭാര്യ റിട്ടയറായപ്പോഴായി വിജയന്റെ രാഷ്ട്രീയത്തിന്റെ അന്ത്യം ഈ വിജയന്റെ മകളുടെ കമ്പനിയെ ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കുമെന്ന് ഞാൻ എഴുതി. അതുകൊണ്ട് പണം ഉണ്ടാക്കട്ടെ, ഇനിയും പണം ഉണ്ടാക്കട്ടെ. പക്ഷേ ഇവിടെ ഒരു ഭരണമില്ലാത്ത നാടാക്കി നിലനിർത്താൻ നമുക്ക് സാധിക്കുമോ? അതുകൊണ്ട് പിണറായിക്കെതിരെയുള്ള പോരാട്ടം കേരളത്തിന്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യമായി കോൺഗ്രസ് പ്രഖ്യാപിക്കുന്നു. ആ പ്രഖ്യാപനത്തെ നെഞ്ചിലേറ്റാൻ അതുവഴി സമരമുറയുമായി സമരമാർഗത്തിലേക്ക് നിങ്ങൾ കടന്നു വരാൻ, സമരാഗ്നിയുടെ തീച്ചൂള നിങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ ഈ സന്ദർഭത്തിൽ ആവശ്യപ്പെടുന്നു. നമുക്ക് ഡു ഓർ ഡൈ. ഗാന്ധിജി പറഞ്ഞതുപോലെ ഒന്നുകിൽ നിങ്ങൾ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ മരിക്കണം. കേരളത്തിലെ ജനങ്ങൾ മരിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഒരു അവകാശവും കിട്ടുന്നില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് കിട്ടേണ്ടുന്ന ഒരു സഹായവും ഒരു സർക്കാരിൽ നിന്ന് കിട്ടുന്നില്ല. അത്തരം ഒരു സർക്കാർ ഇവിടെ എന്തിനാ? ഇനി ഒരാൾ മേലെയുണ്ട്, നരേന്ദ്രമോദി. 10 കൊല്ലായി ആശാൻ ചുട്ടു വിളമ്പി തിന്നാൻ തുടങ്ങിയിട്ട്. சமராக்னி தலைவர்கள் கம்பீரமாக வரவேற்பு கொடுத்தனர். கட்டப்பனையை மக்கள் வெள்ளத்தால் தான் நிரப்பியிருந்தது. கட்டப்பனைக்கு வந்த கேபிசிசி தலைவரும் எதிர்க்கட்சி தலைவரும் கம்பீர வரவேற்பு கொடுக்கப்பட்டது. வரவேற்பு சங்க சேர்மன் EM அகஸ்தி தலைமை வைத்தார். MP டீன் குரியாக்கோஸ், DCC தலைவர் CP மேத்யூ, UDF மாவட்ட சேர்மன் ஜோயி வெட்டுக்குழி, KPCC அங்கத்தினர் அட்வொகேட் அசோகன், ஜோசி செபாஸ்டின், இப்ராஹிம் பட ஏராளமானோர் பங்கெடுத்து உரையாற்றினர். நியூஸ் பீரோ, கட்டப்பனை.